അങ്ങനെ നമ്മൾ ഈ ഒരു ഹാളിൻ്റെ ഏറ്റവും മുന്നിലെത്തിയിരിക്കുകയാണ്. അതായത് എൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടുത്തെ ഒരു കൂറ്റൻ സ്ക്രീൻ. എന്താ പറയുന്നത്, ക്യൂ നിന്ന് വിഷമിച്ച സ്ഥലത്ത് ഇന്നൊരു ഓഫീസായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റി എന്നുള്ളത് ദൈവകടാക്ഷമാണ്. അതേമാതിരി സൗണ്ട് എഫക്ട്സ് പറയാതിരിക്കാൻ കഴിയില്ല, നല്ല രീതിയിൽ തന്നെ ഉണ്ട്. കൗണ്ടറിൻ്റെ അകത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ യാതൊരു വഴിയില്ല. തിരിച്ചിറങ്ങിയാൽ പിന്നെ ഇങ്ങോട്ട് കയറാനും പറ്റില്ല. അതായത് നമ്മൾ 500 ആൾക്കാരെ പുറകിലായി പോകും. എന്നാലും ആ തിയേറ്ററിലേക്ക് വന്നിട്ട് നമ്മൾ സിനിമ കണ്ടു പോകുമ്പോൾ നമുക്കൊരു ഉഷാറാണ്. അപ്സരയിലേക്ക് വന്നത് കോഴിക്കോട് അപ്സര പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ സ്ക്രീൻ പൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഈ തിയേറ്ററിൻ്റെ വില സ്വാഭാവികമായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലായത്. ഇവിടെ സ്ഥിരം സിനിമ കാണുന്ന ആളുകൾ പോലും ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഈ തിയേറ്ററിനൊരു ബോക്സ് കൂടിയുണ്ടെന്ന്. ഓരോ നാട്ടിലെയും തിയേറ്ററുകൾ അടഞ്ഞു പോകുമ്പോൾ ആ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ചെറിയ വിഷമം ഉണ്ടാവുക സ്വാഭാവികമാണ്. ചിലരൊക്കെ ആ തിയേറ്ററിന് തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ ചില തിയേറ്ററുകളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്, ചില തിയേറ്ററുകളൊക്കെ എന്നേക്കുമായിട്ട് ഇല്ലാതായിട്ടുണ്ട്. എന്നാൽ ഒരു തിയേറ്റർ അടഞ്ഞപ്പോൾ ആ നാടൊന്നാകെ, അല്ലെങ്കിൽ ആ നാടിന് വെളിയിലുള്ളവർ, എന്തിനേറെ പറയുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ളവരും ഈ ഒരു തിയേറ്റർ ഇനിയും തിരിച്ചു വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു സിനിമ കൂടി കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചൊരു തിയേറ്റർ. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഗംഭീരമായിട്ട് തിരിച്ചു വന്നൊരു തിയേറ്റർ. ആ ഒരു തിരിച്ചുവരവിൻ്റെ കഥയുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും തിയേറ്റർ ഏതാണെന്ന് ഇപ്പോൾ എൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമസ്കാരം, തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴിക്കോടിൻ്റെ സ്വന്തം, അല്ലെങ്കിൽ മലബാറിലെ തന്നെ ഏറ്റവും പേരെടുത്ത, ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അപ്സര തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ തിയേറ്ററിൻ്റെ പേര് മാജിക് ഫ്രെയിംസ് അപ്സര എന്നാണ്. ഏകദേശം ഒരു വർഷത്തിന് മുകളിലായിട്ട് അടഞ്ഞു കിടന്നതിന് ശേഷം ഈ തിയേറ്റർ മാജിക് ഫ്രെയിംസ് ഗ്രൂപ്പ് ഏറ്റെടുക്കുകയും ഗംഭീരമായിട്ട് റീഓപ്പൺ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ മാജിക് ഫ്രെയിംസ് അപ്സര തിയേറ്ററിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. പണ്ടും അപ്സര തിയേറ്റർ നല്ല അടിപൊളിയാണ്. ഇന്നിപ്പോ ഒന്നും കൂടി ഉഷാറുള്ള തിയേറ്ററാണ് അപ്സര തിയേറ്റർ. പയ്യനക്കാരും നല്ല അടിപൊളി അയക്കുന്നത്. കോഴിക്കോട് തിയേറ്ററിൽ വെച്ച് അടിപൊളിയാണ്. അപ്സര തിയേറ്ററാണ് ടോപ്പ്. കോഴിക്കോടിന്റെ മൊഞ്ചത്തി അതിനെയാണ് അപ്സര. കോഴിക്കോടുകാർക്ക് അപ്സര കഴിഞ്ഞിട്ട് രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട് തിയേറ്ററിന്റെ കാര്യത്തിൽ. അപ്സര സൂപ്പറാണ്, കിടലാണ്, മിടുക്കിയാണ്. അപ്പോൾ നമ്മളിതാ കോഴിക്കോട് അപ്സര തിയേറ്ററിൻ്റെ നടുമുറ്റത്താണ് നിൽക്കുന്നത്. കോഴിക്കോടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഒരുപക്ഷെ കോഴിക്കോടുകാർക്കല്ല മലബാറിലുള്ള എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു തിയേറ്ററാണ് അപ്സര തിയേറ്റർ. 1971 ശ്രീ പ്രേം നസീറും ശ്രീമതി ശാരദയും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ഈ തിയേറ്റർ അന്നത്തെ കാലത്തുള്ള എല്ലാ ടെക്നോളജീസും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ ചെയ്തു തുറന്നൊരു തിയേറ്റർ ആയിരുന്നു. ഇതൊരു 70mm തിയേറ്റർ ആയിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ 70mm സിനിമയായിട്ടുള്ള പടയോട്ടം ഉൾപ്പെടെ പ്രദർശിപ്പിച്ച ഒരു തിയേറ്ററാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പ്രേം നസീറിന്റെയും സത്യന്റെയും അങ്ങനെ മലയാളത്തിലെയും അന്യഭാഷയിൽ നിന്നുമുള്ള എല്ലാ കലാകാരന്മാരുടെയും ധാരാളം ഹിറ്റ് സിനിമകൾ പ്രദർശിപ്പിച്ച ഒരു തിയേറ്ററാണിത്. ഇത്രയും പ്രത്യേകതകളുള്ള ഈ ഒരു തിയേറ്ററിന്റെ മുന്നിൽ നിന്നിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഞങ്ങൾ തിയേറ്റർ ബാൽക്കണിക്കും ഇത് വളരെ അഭിമാനമുള്ള ഒരു നിമിഷമാണ്. പറയാനാണെങ്കിൽ ധാരാളം ചരിത്രം പറയാനുള്ള ഒരു തിയേറ്ററാണിത്. എന്തായാലും നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പൊ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു തിയേറ്ററിന്റെ ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഏതാണ്ട് ഒരു കോട്ടയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ ഒരു തിയേറ്ററിൻ്റെത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, തിയേറ്റർ തുടങ്ങിയ അന്ന് സ്ഥാപിച്ചിരുന്ന ആ ഒരു അപ്സര 70mm എന്നുള്ളൊരു ബോർഡ് ഉണ്ടല്ലോ, അത് അതേ തനിമയിൽ തന്നെ ലൈറ്റ് ബോർഡായിട്ട് ഇന്നും നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്ത് റിനോവേഷൻ ചെയ്തതിന് ശേഷം പെയിന്റിംഗ് വർക്കുകൾ, അതുപോലെ തന്നെ ലൈറ്റ് വർക്കുകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. മാജിക് ഫ്രെയിംസ് അപ്സര സിൻസ് 1971 എന്നുള്ള വലിയൊരു ബോർഡ് തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടും റൈറ്റ് സൈഡിലായിട്ടും 2 ഗേറ്റുകളുണ്ട്. ഈ 2 ഗേറ്റുകൾ വഴിയാണ് ഈ തിയേറ്ററിന്റെ പ്രധാനമായിട്ടുള്ള എൻട്രൻസും എക്സിറ്റും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ ബൈക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട്. വശങ്ങളിലായിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടറും അതുപോലെ തന്നെ വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഏരിയയും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ നടന്നു വരുമ്പോൾ തിയേറ്ററിന്റെ പ്രധാന ഗേറ്റിലൂടെ കയറി വരുമ്പോൾ തന്നെയാണ് നമ്മുടെ മാജിക് ഫ്രെയിംസിന്റെ അപ്സര തിയേറ്ററിന്റെ ബോക്സ് ഓഫീസ്. ആ ബോക്സ് ഓഫീസ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇവിടെ പാലിക്കേണ്ട റൂൾസ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ്, ഇന്ന് പ്രദർശിപ്പിക്കുന്ന സിനിമ, ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഫസ്റ്റ് ക്ലാസ്സിന് 150 രൂപയും ബാൽക്കണി 180 രൂപയാണ്. അതുപോലെ തന്നെ റിസർവേഷൻ ചാർജ് ആയിട്ട് 20 രൂപയുണ്ട്. അപ്പൊ ഇനി ഡയറക്റ്റ് ഇവിടെ വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടവർക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സീറ്റ് ലേഔട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓൺലൈൻ ബുക്കിംഗ് പാർട്ണർ എന്ന് പറയുന്നത് ടിക്കറ്റ് ന്യൂ അല്ലെങ്കിൽ പേടിഎം ആണ്. ഓൺലൈൻ വഴി നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടിക്കറ്റ് നമ്മൾ ഇവിടെ വന്നിട്ട് മാനുവലായിട്ട് മാറേണ്ടതായിട്ടൂടെ ഉണ്ട്. അതുപോലെ തന്നെ പേയ്മെന്റ് ഓപ്ഷൻസ് വരുന്നത് ക്യാഷ് പേയ്മെന്റ് ഉണ്ട്, UPI പേയ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ കാർഡ് പേയ്മെന്റും ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു ടിക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നേരെ ഈ ഒരു സൈഡ് വഴിയുള്ള എൻട്രൻസ് വഴി അകത്തേക്ക് കയറാം. അതല്ലെങ്കിൽ തിയേറ്ററിന്റെ പ്രധാന എൻട്രൻസ് വഴിയും ഉള്ളിലേക്ക് കയറാൻ സാധിക്കും. നമ്മൾ ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും വളരെ കളർഫുൾ ആയിട്ടുള്ള നമ്മൾ പണ്ട് തൊട്ട് കണ്ട പല സിനിമകളുടെയും ആ ഒരു
എന്താ പറയുക ഒരു ചെറിയ പോസ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെയിറ്റിംഗ് ഏരിയയിൽ വെറുതെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റേഴ്സ് ഒക്കെ നോക്കി ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ അയവർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ച് ഇരിപ്പിടങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ തിയേറ്ററിന് മറുവശത്തും കുറച്ച് ഇരിപ്പിടങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നമുക്ക് ഈ സൈഡിൽ കൂടി തന്നെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇതിന് പുറമെ 2 പ്രധാന എൻട്രൻസ് തിയേറ്ററിന്റെ നേരെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, വലിയ പഴയ എൻട്രൻസ്. അപ്പൊ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. അപ്പൊ നമ്മള് മാജിക് ഫ്രെയിംസ് അപ്സര തിയേറ്ററിന്റെ ലോബിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു കഫ്റ്റീരിയ കാണാൻ സാധിക്കും. കഫേ അറ്റ് മാജിക് ഫ്രെയിംസ് എന്നാണ് അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ചിപ്സ്, ഐസ്ക്രീംസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോഫി, ടീ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ലഭിക്കുന്ന ഒരു കഫ്റ്റീരിയ ആണ്. പിന്നെ എന്റെതാ ഈ ഒരു കൈ കൊണ്ട് ഞാനിപ്പോൾ ഈ തൊടുന്നുണ്ടല്ലോ, ഇത് ശരിക്കും ആ ഒരു പഴയ തിയേറ്ററുകളിലൊക്കെയുള്ള നമ്മുടെ ആ ഒരു റാമ്പ് ഉണ്ടല്ലോ, ആ റാമ്പിന്റെ ഏകദേശം അടിയിൽ നിന്നിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഫ്റ്റീരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വേവ് ഷേപ്പിലുള്ള 4 സ്റ്റെയർ കാണാൻ സാധിക്കും. ഈ സ്റ്റെയറുകളിലൊക്കെ നമുക്ക് ആ ഒരു പഴമയുടെ തനിമ കാണാൻ സാധിക്കും. എല്ലാം നല്ല മൊസൈക്ക് ഒക്കെ ഇട്ട് പറ്റുന്നത്ര വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹാള് വലിയ വീതിയുള്ള ഹാളായതുകൊണ്ട് തന്നെ 2 ഡോറുകളാണ് ഈ ഒരു തിയേറ്ററിനുള്ളത്. അതായത് വീതി കൂടിയോണ്ട് ഒറ്റ ഡോറിൽ കൂടെ കയറി കഴിഞ്ഞാൽ അങ്ങേറ്റത്ത് സീറ്റ് ഉള്ളവരാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ഡോറുകളൊക്കെ ആണെങ്കിലും ഇപ്പം പഴയ ഡോറിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് മൾട്ടിപ്ലക്സുകളിലൊക്കെ കാണുന്ന രീതിയിൽ ഒരു സിന്തറ്റിക് ലെതർ കൊണ്ടുള്ള വർക്കൊക്കെ ചെയ്ത് മാക്സിമം കിഡിലാക്കി തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടിക്കറ്റ് എടുത്തവർക്ക് ടിക്കറ്റ് കീറാൻ വേണ്ടി ഇവിടെ നിൽക്കുമല്ലോ, അപ്പൊ ഈ ഒരു പാസേജിൽ കൂടെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് ആളുകൾ കയറി വരേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യത്തെ എൻട്രൻസിൽ നിന്ന് ഈ ഒരു ലോബി വഴി തന്നെ രണ്ടാമത്തെ എൻട്രൻസിലേക്ക് വരുമ്പോൾ ആ ഒരു തിയേറ്ററിന്റെ ബിൽഡിങ്ങിന്റെ ആ ഒരു സമാനമായ രീതിയിൽ തന്നെ ഒരു ചെറിയ കർവോട് കൂടിയിട്ടുള്ള ഈ ഒരു ലോബിയുടെ ആ ഒരു ഷേപ്പ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഭിത്തിയിലാണെങ്കിൽ നമുക്ക് ഈ തിയേറ്ററിൽ ഇപ്പൊ പ്രദർശിപ്പിക്കുന്ന സിനിമ, വരാൻ പോകുന്ന സിനിമ, അതുപോലെ തന്നെ തിയേറ്ററിലെ സ്ഥാപകരുടെ ഫോട്ടോ, അതുപോലെ തന്നെ ഒരു യേശുവിന്റെയും അതുപോലെ തന്നെ മാതാവിന്റെയും ഫോട്ടോസ്, ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലോബിയുടെ ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമുക്ക് ഒരു പഴമയുടെ ടച്ച് കാണാൻ സാധിക്കും. അത് വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ആർച്ച് ഷേപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഇന്നും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഈ ഒരു ലോബിയെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത് ഈ കാണുന്ന ഈ ഒരു നീളം കൂടിയ റാമ്പ് തന്നെയാണ്. അതും ഇന്നും ആ ഒരു പഴമയുടെ തനിമയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വുഡൻ പിടിയൊക്കെ ആണെങ്കിലും ആ പണ്ടത്തെ അതേ രീതിയിൽ തന്നെ ഇന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്ത് ഈ തിയേറ്ററിന് ടിക്കറ്റ് കൗണ്ടറുകൾ 2 വശത്തായിട്ട് പഴയ ഗുഹാ രീതിയിലുള്ള ടിക്കറ്റ് കൗണ്ടറുകളായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്ന സമയത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഈ കാണുന്ന 2 ഡോറുകൾ ഉണ്ടല്ലോ, ഇതിലാണ് ഹാളിലേക്ക് കയറി വന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ഫസ്റ്റ് ക്ലാസ്സിലേക്കുള്ളവർ നേരെ ഡയറക്റ്റ് ഡോറിലൂടെയും, അതുപോലെ തന്നെ ബാൽക്കണിയിലേക്കുള്ളവർ ഈ ഒരു റാമ്പ് വഴിയോ അല്ലെങ്കിൽ സ്റ്റെയർ വഴിയോ മുകളിലേക്ക് കയറി പോകും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് ഈ ഒരു റാമ്പ് വഴി തന്നെ കയറി പോകാം. അപ്പൊ നമ്മൾ ഈ ഒരു റാമ്പിലൂടെ ഇങ്ങനെ വളഞ്ഞു കയറി വരുമ്പോൾ നമ്മുടെ അനുഗ്രഹീതരായ കലാകാരന്മാരുടെ ഫോട്ടോസ് ഒക്കെ മാജിക് ഫ്രെയിംസിന്റെ ആ ഒരു ലോഗോയ്ക്ക് ഉള്ളിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ അടുത്ത് ചെയ്താണ്. അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടൊരു ലൈറ്റ് ഇവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബാൽക്കണിയിലെ ലോബിയിലേക്ക് എത്താം. അപ്പൊ നമ്മളിതാ ബാൽക്കണിയുടെ ലോബിയിൽ എത്തിയിരിക്കുകയാണ്. താഴെ പറഞ്ഞതുപോലെ തന്നെ വളരെ മനോഹരമായ, അതുപോലെ തന്നെ ആ ഒരു പഴമയുടെ തനിമയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ലോബിയാണ്. ഈ അടുത്ത് റീപെയിന്റ് ചെയ്തു, റിവർക്കുകളൊക്കെ ചെയ്തെങ്കിലും ആ ഒരു പഴയ ഇന്റീരിയറോ കാര്യങ്ങളോ ഒന്നും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ താഴെ കണ്ടപോലെ തന്നെ 2 ഡോറുകൾ വഴിയാണ് ഇവിടെയും ബാൽക്കണിയിലേക്ക് കയറുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കഫ്റ്റീരിയ കൂടി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ ഒരു ആർച്ച് വർക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ തിയേറ്ററിന്റെ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വളരെ ആകാംക്ഷയോടെ നോക്കുന്ന ആ ഒരു വർക്കുകളൊക്കെയാണ്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇവിടുത്തെ ആ ഒരു തിയേറ്ററിന്റെ ഹാളിലെ കാഴ്ചകൾ കാണാനാണെന്നറിയാം. ധാരാളം യൂട്യൂബ് ചാനലുകൾ വഴിയും വാർത്താ ചാനലുകൾ വഴിയും നിങ്ങൾ ഓൾറെഡി പുതുക്കിയ അപ്സര തിയേറ്ററിന്റെ വിശേഷങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും നിങ്ങളെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിന്റെ ഹാളും ബാൽക്കണിയും നമ്മൾ കാണിക്കാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. അപ്സര തിയേറ്റർ കോഴിക്കോട്. പേര് പോലെ തന്നെ സുന്ദരിയാണ് അപ്സര തിയേറ്റർ. ഉടമസ്ഥനായിരുന്ന ശ്രീ തൊമ്മൻ ജോസഫ് കൊച്ചുപുരക്കലിൻ്റെയും ശില്പി ശ്രീ KG സുകുമാരൻ്റെയും നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ 1971 ഓഗസ്റ്റ് 8 അന്നത്തെ സൂപ്പർ താരങ്ങളായിരുന്ന ശ്രീ പ്രേം നസീറും ശ്രീമതി ശാരദയും ചേർന്നാണ് ഈ തിയേറ്റർ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് സമർപ്പിച്ചത്. 70mm തിയേറ്ററായിരുന്ന അപ്സര തിയേറ്റർ കോഴിക്കോട്ടെ 2ാമത്തെ AC തിയേറ്റർ കൂടിയായിരുന്നു. 62x30 അടി സൈസിൽ കർവ്ഡ് സ്ക്രീനോട് കൂടിയ ഈ തിയേറ്ററിൻ്റെ ഹാളിൽ ഏകദേശം 1300ഓളം സീറ്റുകൾ അക്കാലത്തുണ്ടായിരുന്നു. ഈ തിയേറ്ററിൻ്റെ 6 ചാനൽ സ്റ്റീരിയോഫോണിക് സൗണ്ട് സിസ്റ്റവും RCA ഫോട്ടോഫോൺ പ്രൊജക്ടറിൻ്റെ ദൃശ്യവിസ്മയവും കോഴിക്കോടുകാർ ഇന്നും മറക്കാനിടയില്ല. എല്ലായ്പ്പോഴും ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടിയതോ ട്രെൻഡിങ്ങോ ആയ സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിൽ അപ്സര തിയേറ്റർ മുന്നിലായിരുന്നു. 1996 കാലാപാനി എന്ന സിനിമയ്ക്ക് വേണ്ടി അൾട്രാ സ്റ്റീരിയോ സൗണ്ട് സിസ്റ്റം ഈ തിയേറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്യുകയുണ്ടായി. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സിനിമകൾ മിക്കതും അപ്സര തിയേറ്ററിൽ കളിച്ചവയായിരുന്നു.
കോഴിക്കോട്ടുകാരുടെ ഒരു അഭിമാന സ്ഥാപനമായിരുന്നു അപ്സര തിയേറ്റർ. അപ്പം നമുക്ക് നേരെ അപ്സര തിയേറ്ററിൻ്റെ ആ വിശാലമായ ഹാളിനുള്ളിലേക്ക് കയറി കാഴ്ചകൾ ഒന്നൊന്നായിട്ട് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാണാൻ കാത്തിരുന്ന നമ്മുടെ മാജിക് ഫ്രെയിംസ് അപ്സര തിയേറ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ബാൽക്കണി എന്നിങ്ങനെ 2 ക്ലാസ്സുകളാണ് ഈ ഒരു തിയേറ്ററിനുള്ളത്. ഈ ഒരു തിയേറ്ററിൻ്റെ ഹാളിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു ഹാളിൻ്റെ ഈ ഒരു ബ്രഹ്മാണ്ഡ സൈസ് തന്നെയാണ്. എന്താ പറയുക എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പക്കായിട്ട് പറയുകയാണെങ്കിൽ കിങ് സൈസ് തിയേറ്റർ. അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് ഈ ഒരു തിയേറ്ററിനെ വിശേഷിപ്പിക്കാനില്ല. ഏകദേശം 1010ഓളം സീറ്റുകളാണ് ഈ ഒരു ഹാളിൻ്റെ ഉള്ളിലുള്ളത്, അതായത് ഫസ്റ്റ് ക്ലാസ്സിലും ബാൽക്കണിയിലൂടെ. അതിൽ 803 സീറ്റുകളാണ് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഞാൻ കിങ് സൈസ് തിയേറ്റർ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം ഇതിൻ്റെ ആ ഒരു ഹാളിൻ്റെ സൈസും അതോടൊപ്പം ഇവിടുത്തെ ഒരു സീറ്റുകളുടെ എണ്ണവും തന്നെയാണ്. അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ 803 സീറ്റുകളും ബാൽക്കണിയിൽ 210 സീറ്റുകളും, അങ്ങനെ ആകെ മൊത്തം 1013 സീറ്റുകളാണ് ഈ ഒരു ഹാളിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ വലിപ്പത്തെ പറ്റി പറയുമ്പോൾ ഈ ഒരു ഹാളിൻ്റെ വീതിയാണ് എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ഒരു നിരയിൽ ഏകദേശം 35ഓളം പുഷ് ബാക്ക് സീറ്റുകളാണുള്ളത്. 35 പുഷ് ബാക്ക് സീറ്റുകളും 2 പാസേജുകളുമുണ്ട് ഒരു നിരയിൽ. അതുപോലെ തന്നെ എൻ്റെ പിന്നിലേക്ക്, അതായത് ഈ ഒരു ഹാളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 24 നിര സീറ്റുകളാണുള്ളത്. അതിൽ തന്നെ മിഡിലൂടെ 2 പാസേജുകളും പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വീതിയും നീളവും അതായത് ആ ഒരു വീതിക്കൊത്ത രീതിയിൽ നീളമുള്ള ഒരു ഹാള് തന്നെയാണ്. ഇനി ഒരു ഹാളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അപ്സര തിയേറ്റർ അടയുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ഇൻറ്റീരിയർ ഉണ്ടല്ലോ, ആ ഒരു പഴയ വിൻറ്റേജ് തനിമയുള്ള ഇൻറ്റീരിയറിൽ അതിൽ തന്നെ കുറച്ച് പുതിയ രീതിയിലുള്ള ലൈറ്റ്സ് ഒക്കെ ചെയ്തിട്ട് ഒരു മോഡേൺ ലുക്കിലേക്ക് ആക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വിൻറ്റേജ് തനിമ നിലനിർത്തിയിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻ്റെ ഈ മുകളിൽ, അതായത് ഈ ബാൽക്കണിയുടെ ബേസായിട്ട് വരുന്ന ഭാഗത്തുള്ള ആ ഒരു ഡിസൈനൊക്കെ അതേ മനോഹാരിതയോടെ നിർത്തിയിരിക്കുന്നത്. ഇതൊക്കെ ഈ ഒരു തിയേറ്റർ തുടങ്ങിയ സമയത്തുള്ള ആ ഒരു മോഡൽ തന്നെയാണ് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. അതിൽ തന്നെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഒന്നുകൂടി മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു ആർച്ച് രീതിയിലുള്ള ഷേപ്പ് ഈ ഒരു ബാൽക്കണിയുടെ ഒരറ്റം തൊട്ട് അങ്ങേയറ്റം വരെയുള്ള ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. അതിൽ തന്നെ ഫാനുകളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പോയ തിയേറ്ററുകളിലൊന്നും ബാൽക്കണിയുടെ താഴെ ഇങ്ങനെയുള്ള ഒരു ആർച്ച് ആ ഒരു ഡിസൈനൊന്നും അധികം കണ്ടിട്ടില്ല. ഇനി ഒരു ഹാളിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 12 അടിയോളം ഹൈറ്റിൽ നമ്മുടെ നോർമൽ കാണുന്ന രീതിയിലുള്ള ഭിത്തി, അതിൽ തന്നെ ഒരു പിങ്ക് അല്ലെങ്കിൽ റോസ് കളറിലുള്ള പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിലുടനീളം ബ്ലൂ ആൻഡ് റെഡ് കളറിലുള്ള സ്പോട്ട് ലൈറ്റ്സ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏകദേശം ഒരു 5 അടിയോളം ഹൈറ്റിൽ വുഡ് വർക്കും അതിൻ്റെ മുകളിലേക്കാണ് ആ ഒരു റോസ് അല്ലെങ്കിൽ പിങ്ക് കളറിലുള്ള ഒരു അക്കുച്ചി വർക്കുകളും ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ ആ ഒരു മാജിക് ഫ്രെയിംസിൻ്റെ ലോഗോയോട് ചേരുന്ന രീതിയിലുള്ളൊരു സ്പോട്ട് ലൈറ്റ്സ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് രാധാ തിയേറ്ററിന് വീഡിയോ ചെയ്യാൻ പോയപ്പോഴും അവിടെ ഈ രീതിയിലുള്ള ലൈറ്റ്സ് കണ്ടിരുന്നു കേട്ടോ. ഈ ഒരു ബാൽക്കണിയുടെ മുന്നിലേക്കുള്ള ഭാഗത്തിലേക്ക് വരുമ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു 12 അടിയോളം ഹൈറ്റിലുള്ള ആ ഒരു ഭിത്തി ഉണ്ടല്ലോ, ആ ഒരു റോസ് കളറിലുള്ള ഭിത്തി, അതിന് മുകളിലേക്ക് പിന്നീട് അങ്ങോട്ടുള്ള ഭാഗം ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു മെറൂൺ കളറിലുള്ള ഒരു അക്കുശി വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ വളരെ മനോഹരമായിട്ട് റെഡ് കളറിലുള്ള ഒരു LED സ്ട്രൈപ്സ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് നമ്മളിങ്ങനെ ഹാളിൻ്റെ പിന്നീന്ന് നോക്കുമ്പോൾ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഫീൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ മാജിക് ഫ്രെയിംസിൻ്റെ 2 ലോഗോ 2 വശങ്ങളിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വളരെ ബ്രൈറ്റായിട്ട് തന്നെ ഈ ഒരു ഹാളിനെ നിലനിർത്തുന്നതിൽ ആ ഒരു ലോഗോ ഒരു കൃത്യമായിട്ടുള്ളൊരു സാധനം വഹിക്കുന്നുണ്ടെന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാളിൻ്റെ ഏറ്റവും മുന്നിൽ സ്ക്രീനിൻ്റെ താഴെയായിട്ട് മാജിക് ഫ്രെയിംസ് അപ്സര എന്നുള്ള ഒരു ബ്രാൻഡിങ്ങും ഇവർ ആ ഒരു ലൈറ്റിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഈ ഒരു ഹാളിലേക്ക് കയറി വരുമ്പോൾ നമുക്കൊരു പുതുമ നൽകുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും തിയേറ്ററിൻ്റെ പേര് ഹാളിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് കമൻറ്റ് കൂടെ ചെയ്യൂ. ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ 803 പുഷ് ബാക്ക് സീറ്റുകളാണ് വരുന്നത്. എല്ലാം നമ്മൾ ഈ ഒരു കാണുന്ന ഈ ഒരു മോഡലിലുള്ള സീറ്റുകളാണ്. നമ്മൾ സാധാരണ ചില തിയേറ്ററിൽ കാണുന്ന പോലെ റിക്ലൈനർ അല്ലെങ്കിൽ സോഫ സീറ്റ് അങ്ങനെ വേറെ കാറ്റഗറീസ് ഒന്നുമില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ ഒരേ മോഡൽ സീറ്റുകളാണുള്ളത്. അതുപോലെ സീറ്റുകളുടെ കംഫോർട്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ പുഷ് ബാക്ക് സീറ്റല്ല, അതിനൊക്കെ കുറച്ച് മുന്നേ ഉള്ള മോഡൽ സീറ്റാണ്. ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു കംഫോർട്ടിൽ ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ലെഗ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കർവ് മോഡലുള്ള സീറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ മുന്നിലത്തെ സീറ്റുകളുടെ ഒരു അലൈൻമെൻറ്റിലുള്ളൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഏകദേശം 7 നിരയോളം സീറ്റുകൾ ഇവിടെ ഒരു സ്റ്റേഡിയം ടൈപ്പ്, ചെറിയൊരു സ്റ്റേഡിയം ടൈപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിന് മുന്നോട്ടേക്കുള്ള സീറ്റുകൾ അങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പ്രതലത്തിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓരോ നിരയെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു നമ്പർ സിസ്റ്റം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക രീതിയിലുള്ള പണ്ടത്തെ നമ്മുടെ സ്ലേറ്റിൻ്റെ ഒക്കെ ഒരു ഫ്രെയിമില്ലേ, അതുകൊണ്ടൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആ ഒരു പഴയ മോഡൽ, ആ ഒരു പഴയ തനിമയെ ഇന്നും അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നതാണ്. പിന്നെ സീറ്റുകളുടെ ആ ഒരു ബ്രാൻഡിങ്ങിലേക്ക് വരിക
വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ സീറ്റിലും മാജിക് ഫ്രെയിംസിൻ്റെ ലോഗോയും അതുപോലെ തന്നെ സീറ്റ് നമ്പറും കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പാസേജിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതും 2 വശങ്ങളിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നടുവിലെ ആ ഒരു സീറ്റുകളിലുള്ള ആ ഒരു വ്യൂവിനെ ബാധിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഹാളിൻ്റെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് വരുമ്പം ഏകദേശം ഒരു യു നിര, ഈ ഒരു നിരയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ വരെ ആയിരുന്നിരിക്കണം പഴയ 3rd ക്ലാസ് സീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. എത്രയോ ജനറേഷനുള്ള ആളുകൾ, എത്രയോ തലമുറയുള്ള ആളുകൾ ഇവിടെ ഇരുന്ന് സിനിമ കണ്ടിട്ടുണ്ടാവണം. ഈ ഒരു കാലയളവിനുള്ളിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിട്ടുണ്ടാവണം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ ഒരു കോഴിക്കോട് അങ്ങാടിയിൽ അല്ലെങ്കിൽ ഒരു ടൗണിൽ വന്നിട്ട് ആരോട് ചോദിച്ചാലും എല്ലാവർക്കും നല്ലത് മാത്രം പറയാനുള്ള ഒരു തിയേറ്ററാണ് അപ്സര തിയേറ്റർ. അപ്പോൾ അപ്സര തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഈ ഒരു ഹാളിൻ്റെ 2 വശത്തുമായിട്ട് നമുക്ക് 6 ഡോറുകൾ ഉണ്ടായിരുന്നു പണ്ട്. അതിലൊരു ഡോറ് ഈ ഒരു എച്ച് നിരയുടെ ഭാഗത്തുണ്ടല്ലോ, ഒരു ഡോറ് ക്ലോസ് ചെയ്തിട്ടു പകരം ഇപ്പോൾ 5 ഡോറുകളാണുള്ളത്. ഈ ഡോറുകൾ വഴി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് യഥാക്രമം ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ ബാൽക്കണിയിൽ നിന്നും നമുക്ക് ഇതുപോലുള്ള ഡോറുകളുണ്ട്. ആ ഡോറുകൾ വഴി ടോയ്ലറ്റിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഈ ഒരു ഹാളിൻ്റെ ഏറ്റവും മുന്നിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടുത്തെ ഒരു കൂറ്റൻ സ്ക്രീൻ ഉണ്ട്. ഏകദേശം 62 അടി വീതിയും അതുപോലെ തന്നെ 32 അടിയോളം ഹൈറ്റുമുള്ളൊരു സിൽവർ സ്ക്രീനാണ്. സ്ക്രീനിൻ്റെ തന്നെ സ്റ്റേജിന് താഴെയായിട്ട് മാജിക് ഫ്രെയിംസ് അപ്സര എന്നുള്ളൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ക്രീനിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു ഹൈറ്റ് കാണാമല്ലോ, അതായത് ഏകദേശം 6 അടി ഹൈറ്റിലാണ് ഈ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന്, അതായത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല, ഇതിൻ്റെ ഒരു ഇനാഗ്രേഷന് നമ്മൾ തിയേറ്റർ ബാൽക്കണി ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ വന്നിരുന്നു. അപ്പം നമ്മുടെ ഷെയ്ൻ നിഗം അതുപോലെ തന്നെ കോഴിക്കോട് മേയർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇരുന്നത്, അതായത് ഏകദേശം 20ഓളം ആളുകൾ ഇരുന്നത് ഈ ഒരു ആ സ്റ്റേജിലാണ്. അതായത് ഇവിടെ നിന്ന് അത്രയും പിന്നിലേക്കാണ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അന്യായ കർവോട് കൂടിയ ഗംഭീര സൈസിലുള്ളൊരു സിൽവർ സ്ക്രീനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപ്സര തിയേറ്ററിൽ സിനിമ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ നിന്നൊരു സിനിമ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊജക്ഷൻ വരുന്നത് 4K ആണ്. സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റമാണ്. ടെക്നിക്കൽ വിശേഷങ്ങളെല്ലാം കൂടുതലായിട്ട് നമുക്കിവിടുത്തെ ബാൽക്കണി കൂടി കണ്ടിട്ട് പ്രൊജക്ഷൻ റൂമിൽ പോയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ മാജിക് ഫ്രെയിംസ് അപ്സര തിയേറ്ററിൻ്റെ ബാൽക്കണിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏകദേശം 210 സീറ്റുകളുള്ളൊരു ബാൽക്കണിയാണിത്. 6 നിരയിലായിട്ടാട്ടോ 210 സീറ്റുകളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ബാൽക്കണിയുടെ സൈസ് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ബാൽക്കണിയുടെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എന്ന് പറഞ്ഞ ആ ഒരു ഇൻറ്റീരിയർ ഉണ്ടല്ലോ, അതിൻ്റെ അതേ സെയിം കണ്ടിന്യൂറ്റി തന്നെയാണ് ബാൽക്കണിയിലും വന്നിരിക്കുന്നത്. ബാൽക്കണിയുടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 180 രൂപയാണ്. സീറ്റുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ സീറ്റുകളാണ്. നമ്മൾ സാധാരണ തിയേറ്ററിൽ അധികം കാണാത്തൊരു മോഡൽ സീറ്റുകളാണ് കേട്ടോ ഇത്. ഇതിരിക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, കംഫർട്ട് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരു മോഡൽ സീറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കംഫർട്ട് അല്പം കുറവാണ്. എന്നിരുന്നാലും ജസ്റ്റ് ഓക്കെ എന്ന് പറയാം. പിന്നെ ഇവിടുത്തെ ഒരു എടുത്തു പറയേണ്ട കാര്യം, ലെഗ് സ്പേസ് ഒക്കെ നല്ല പക്ക ലെഗ് സ്പേസ് ആണ്. കാല് നന്നായിട്ട് നീട്ടി വെച്ചാലും നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തല മറിയുന്നൊരു ഇഷ്യൂ ബാൽക്കണിയിൽ ഒട്ടും ഉണ്ടാവുകയില്ല. കാരണം ഏകദേശം ഒരു 1.5 അടിയോളം ഹൈറ്റിലാണ് ഈ ഒരു ഇതിൻ്റെ ഒരു സ്റ്റേഡിയം ടൈപ്പ് സെറ്റിങ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തല മറിയുന്ന ഇഷ്യൂ ഒട്ടും ഉണ്ടാവില്ല. പിന്നെ ബാൽക്കണിയിൽ ഇരുന്ന് ഈ ഒരു അപ്സര തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി ഇവിടെ ടർബോ സിനിമ കണ്ടതാണിപ്പോൾ. ആ ഒരു ഫീല് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഗംഭീര ബാൽക്കണി, അതുപോലെ തന്നെ ഗംഭീര സൈസുള്ള സ്ക്രീൻ. അത് നമ്മൾ ഇവിടെ ഇരുന്ന് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അന്യ ഫീലാണ്. അതിവിടെ വന്ന് സിനിമ കണ്ട് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ബാൽക്കണിയുടെ ഏറ്റവും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു ബാൽക്കണിയുടെ ആ ഒരു നിർമ്മിതിയിലുള്ള ചെറിയൊരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എന്താ ഈ ഒരു ഡോറിനോട് ചേർന്നിട്ട് ആ ഒരു പാസേജ് വരെ ഇതിങ്ങനെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി നമ്മൾ തിയേറ്ററുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ തമിഴ്നാട്ടിലും അതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ പല തിയേറ്ററുകളുടെയും ബാൽക്കണിയുടെ ഈ ഒരു എക്സ്റ്റൻഷൻ ഏകദേശം ഹാളിൻ്റെ മുൻഭാഗം വരെ എത്തിയതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ 1-2 തിയേറ്ററുകളിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ കരുനാഗപ്പള്ളി കൃഷ്ണ തിയേറ്റർ, അതുപോലെ തന്നെ തൃശ്ശൂർ ബിന്ദു തിയേറ്ററിനൊക്കെ ബാൽക്കണിയും ഈ ഒരു എക്സ്റ്റൻഷൻ ഇതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഇതൊക്കെ ഇന്നും ഇതുപോലെ പ്രിസർവ് ചെയ്ത് അല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ച് ഈ ഒരു തിയേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യാതെ സിംഗിൾ സ്ക്രീനായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു മാനേജ്മെൻറ്റിന് വലിയൊരു നന്ദി തന്നെ നമ്മൾ തിയേറ്റർ ഫാൻസ് പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബാൽക്കണിയുടെ അല്ലെങ്കിൽ ഒരു തിയേറ്ററിൻ്റെ തന്നെ ആ ഒരു ഗാംഭീര്യം അല്ലെങ്കിൽ ആ ഒരു ലുക്ക്, അതിൻ്റെ ഒരു മാക്സിമം കിട്ടുന്നത് നമുക്കൊരു ബാൽക്കണി നിൽക്കുമ്പോഴാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്യായ സൈസുള്ളൊരു ഹാള്, അതിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ലൈറ്റ്സ്, അതൊരു എലഗൻ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗംഭീര കർവോട് കൂടിയ വലിയൊരു സ്ക്രീന്, അതിൻ്റെ എല്ലാം ഒരു ഒപ്റ്റിമം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ ഒരു മാക്സിമം എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് കാണുമ്പോഴാണ്. അത് ഞാൻ ഈ ഒരു അപ്സര തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. ഓരോ തിയേറ്ററുകൾ മാറുന്നതനുസരിച്ച് അതിൻ്റെ ഒരു കംഫർട്ട് ലെവൽ ബാൽക്കണിയിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ബോക്സിലേക്കോ ഒക്കെ മാറിയെന്നിരിക്കാം. എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യത്തോടുള്ള നിങ്ങളുടെ ആ ഒരു വ്യൂ കൂടി ഒന്ന് കമൻറ്റിലേക്ക് ചേർക്കുക. അപ്പോൾ ഐതിഹാസികമായ ധാരാളം സിനിമകൾ പ്രദർശിപ്പിച്ച അപ്സര തിയേറ്ററിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ റൂം കൂടി നിങ്ങളെ കാണിക്കുകയാണ്.
ക്രിസ്റ്റിയുടെ 4230 എന്ന ലാമ്പ് മോഡൽ പ്രൊജക്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊജക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഡോൾബി അറ്റ്മോസിൻ്റെ പ്രോസസ്സർ ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്ടറാണ് കേട്ടോ. അതുപോലെ തന്നെ ആംപ്ലിഫയർ ഒക്കെ വരുന്നത് ക്രൗണിൻ്റെയാണ്. പിന്നെ സ്പീക്കറുകളിലേക്ക് വരുമ്പോൾ ഓവർഹെഡ് സ്പീക്കേഴ്സ് എല്ലാം JBLൻ്റെ ആണ്. അതുപോലെ സബ്വൂഫറും JBLൻ്റെ ആണ്. സൈഡ് വാളിലുള്ള സ്പീക്കറുകൾ ആ പഴയ സ്പീക്കറുകൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പെക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വിഷ്വൽ ആൻഡ് സൗണ്ട് ഔട്ട്പുട്ട് പ്രേക്ഷകർക്ക് അപ്സര തിയേറ്റർ നൽകുന്നുണ്ടെന്നാണ്. പിന്നെ വളരെ സർപ്രൈസിങ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ഥിരം സിനിമ കാണുന്ന ആളുകൾ പോലും ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഈ തിയേറ്ററിനൊരു ബോക്സ് കൂടിയുണ്ടെന്ന്. ബാൽക്കണിയുടെ മുകളിലായിട്ട് ഏകദേശം 8ഓളം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സോഫയോട് കൂടിയിട്ടുള്ളൊരു ബോക്സാണ് ഇത്. ശരിക്കും പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇവർ ടിക്കറ്റ്സ് കൊടുക്കുന്നില്ല. എന്തായാലും വിസിറ്റേഴ്സൊക്കെ വരികയാണെങ്കിൽ സിനിമ കാണാനുള്ളൊരു സൗകര്യം എന്നുള്ള നിലയിൽ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്. ബോക്സിനകത്തേക്ക് AC വെൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കൂളർ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1000ഓളം ആളുകൾ കൈയടിച്ച് ആർപ്പ് വിളിച്ച് സിനിമ കാണുന്ന ആ ഒരു സീൻ അത് ഈ ബോക്സിൽ നിന്ന് താഴേക്ക് നോക്കി കാണുന്നത് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി. എന്ത് രസമായിരിക്കും അല്ലേ. നമ്മുടെ മാജിക് ഫ്രെയിംസ് രാധാ തിയേറ്ററിന്റെ വീഡിയോ കണ്ട ആരും രാജേഷ് സാറിനെ മറക്കാനിടയില്ല. അന്ന് ശരിക്കും നമ്മളിവിടെ വന്നപ്പം സാറ് നമ്മുടെ അടുത്ത് ഈ ഒരു തിയേറ്ററിനെ പറ്റിയുള്ള കുറേ ഓർമ്മകൾ പറഞ്ഞിരുന്നു. അന്ന് അപ്സര തിയേറ്റർ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്ത് റിനോവേഷൻ വർക്കുകൾ നടക്കുന്ന ഒരു ടൈമായിരുന്നു. ആ ഒരു ട്രാൻസിഷൻ ടൈമിൽ സാറ് പറഞ്ഞിരുന്നു ആ ഒരു പഴയ സിക്സാഗ് രീതിയിലുള്ള ടിക്കറ്റ് കൗണ്ടറും അതുപോലെ ഇവിടെ സാറ് പണ്ട് ക്യൂ നിന്ന കുറേ ഓർമ്മകളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു തിയേറ്ററിനെ പറ്റി പഴയ ഓർമ്മകളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയും അതുപോലെ തന്നെ മാജിക് ഫ്രെയിംസ് തിയേറ്റേഴ്സിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഏറ്റവും അനുയോജ്യനായത് ശ്രീ രാജേഷ് സെന്തിൽ സാർ തന്നെയാണ്. മാജിക് ഫ്രെയിംസ് തിയേറ്റേഴ്സിന്റെ GM കൂടിയാണ് സാർ. അപ്പോൾ സാർ നമസ്കാരം. നമസ്കാരം. അതായത് നമ്മൾ കഴിഞ്ഞ മാർച്ച് 23-നാണ് ഞങ്ങൾ ഈ സ്ഥാപനം ഔദ്യോഗികമായിട്ട് ഏറ്റെടുത്തത്. മെയ് 23-ന് മമ്മൂക്കയുടെ അന്ന് നമ്മൾ എന്താ പറയുക അനൗൺസ് ചെയ്ത പോലെ ടർബോയുടെ കൂടെ ഈ തിയേറ്റർ തുടങ്ങാൻ കഴിഞ്ഞു. അതായത് പഴയ സൗകര്യങ്ങളിൽ നിന്ന് 4K അറ്റ്മോസ് പിന്നെ ഇപ്പോൾ ഒരു എന്താ പറയണ്ടേ ആധുനിക രീതിയിലുള്ള എല്ലാ മാറ്റങ്ങളും ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട്ടുകാർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സിനിമയുടെ വസന്തകാലം അപ്സര തിയേറ്റർ എന്ന എന്താ പറയണ്ട അവരൊരു നൊസ്റ്റാൾജിയ ഞങ്ങൾക്ക് വളരെ എന്താ പറയണ്ട അഭിമാനത്തോടെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഇവിടെ വരുന്ന പ്രേക്ഷകരുടെ പ്രതികരണം. എത്രയോ ആൾക്കാർ ഈ ഒരു മാസത്തിനുള്ളിൽ നമ്മളെ വളരെയധികം എന്താ പറയണ്ടേ അവരെ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഇത്രയും വലിയൊരു സ്ക്രീൻ ഈ സ്ക്രീൻ പൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഈ തിയേറ്ററിൻ്റെ വില സ്വാഭാവികമായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലായത്. അതായത് ഒരു വിധി വൈപര്യത്തിൽ നിന്ന് നമ്മൾ പറയും നല്ല വിധിയിൽ ചിലത് നല്ലത് സംഭവിക്കും ചിലത് മോശം സംഭവിക്കും. പക്ഷെ ഇവിടെ ഈ നമ്മളിന്നിരിക്കുന്ന ഈ സ്ഥലം ഇതൊരു വലിയൊരു കൗണ്ടറായിരുന്നു. ഇന്നത്തെ പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ ഇന്നത്തെ ജനങ്ങൾക്കത് മനസ്സിലാവുമെന്ന് അറിയില്ല. ഒരു 30 വർഷം മുമ്പ് ഒരു 30-35 വർഷം മുമ്പ് അതായത് എൻ്റെ ഒരു 15 വയസ്സിലൊക്കെ ഇതിൻ്റെ അകത്തൊരു 500 ആക്ക് അല്ലെങ്കിൽ 400-500 ഇടയിൽ എൻ്റെ ഓർമ്മ എങ്ങനെയാണ് സിക്സാഗായിട്ട് ഏകദേശം ഒരു 8ഓളം റോ ഉണ്ട്. ഇങ്ങനെ കയറി സിക്സാഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ആ തരത്തിൽ ഒരു നൂൺ ഷോന് ഒരു ടിക്കറ്റിന് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു അന്നത്തെ ഈ കൗണ്ടർ 400 ചില്ലാൻ സീറ്റായിരുന്നു ഈ കൗണ്ടറിൻ്റെ സീറ്റിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ നൂൺ ഷോന് നമ്മൾ വളരെ വീട്ടിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് വന്നിട്ട് വളരെ വിഷമത്തോടെ ക്യൂ നിൽക്കും. ഇതിനന്ന് എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് വേറെ സൗകര്യങ്ങളൊന്നുമില്ല. വേർത്ത് കുളിച്ച് കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് നമ്മളിങ്ങനെ ആരോ പറഞ്ഞ മാതിരി ഓരോ അടിയും പതുക്കെ നടന്ന് ചുണ്ടിൻ്റെയും കപ്പിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മളെ ടിക്കറ്റ് നഷ്ടപ്പെടും. അത് ഭയങ്കര ഒരു വേദനയിരുന്ന കാലഘട്ടത്തിൽ. പിന്നെന്താ ചെയ്യണം നമുക്ക് തിരിച്ചിറങ്ങാനൊരു വഴിയില്ല. അവിടെ കൗണ്ടറിൻ്റെ അകത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ യാതൊരു വഴിയില്ല. തിരിച്ചിറങ്ങിയാൽ പിന്നെ ഇങ്ങോട്ട് കയറാനും പറ്റില്ല. അതായത് നമ്മൾ 500 ആൾക്കാരെ പുറകിലായി പോകും. അപ്പോൾ എന്ത് ചെയ്യും അടുത്ത ഷോ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അതേപോലെ ഇരിക്കും ഒരു 3.5 മണിക്കൂർ. അടുത്ത ഷോന് അങ്ങ് ടിക്കറ്റ് കണ്ട് വീട്ടിൽ നിന്ന് വഴക്കും കേട്ടൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇന്ന് എന്താ പറയുക അന്ന് ക്യൂ നിന്ന് വിഷമിച്ച സ്ഥലത്ത് ഇന്നൊരു ഓഫീസായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റി എന്നുള്ളത് ദൈവകടാക്ഷമാണ് എന്ന് ചിന്തിക്കുന്നു. പക്ഷെ അതിലുപരിയായിട്ട് എന്താ പറയണ്ടേ ഈ ഒരു നൊസ്റ്റാൾജിയ നിലനിർത്താനും നമുക്ക് തോന്നി. എന്താ വെച്ചാൽ ഇത് മൊത്തം പൊളിച്ച് കളഞ്ഞിട്ട് വേണമെങ്കിൽ ഓഫീസൊക്കെ വേറെ ഏതൊരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റാം. പക്ഷേ സിനിമാ പ്രേമികളുടെ ഒരു കാലത്തെ നെടുവീർപ്പ് വരുന്ന സ്ഥലമാണിത്. അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് പുതിയ മാനേജ്മെൻറ്റ് ഞങ്ങൾ ആഗ്രഹിച്ചു. അതാണ് ഇതിൻ്റെ ഒരു പരിണത ഫലമായി ഇന്നത്തെ ഓഫീസ്.
അതുപോലെ എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ ആ പഴയ പ്രൗഢിയില്ലേ, അത് പലതും നിലനിർത്തണം എന്നുള്ള ഒരു ഉദ്ദേശം ഞങ്ങൾക്ക് അന്നേ ഉണ്ടായിരുന്നു. എന്താ കാരണം വെച്ചാൽ ഇവിടുത്തെ റാമ്പ്, നിങ്ങൾക്കറിയാം, ബാൽക്കണിയിലേക്ക് കയറുന്ന ഒരു റാമ്പുണ്ട്. റാമ്പിൻ്റെ ആൻഡറിങ് ആണെങ്കിലോ എല്ലാം നമുക്ക് വേണമെങ്കിൽ പുതിയ ശൈലിയിലേക്ക് മാറ്റാം. പക്ഷേ പുതിയ ശൈലിയിലേക്ക് മാറ്റുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അത് പഴയതിനെക്കാട്ടും ഭംഗിയാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. രണ്ടാമത്തത്, നമ്മൾ എന്താ വെച്ചാൽ അങ്ങനെ ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മളെ ഫസ്റ്റ് ക്ലാസ്സിൽ മേലെ പഴയ ഫാനുകളുണ്ട്. ആ ഫാനുണ്ട്, ഫാനിൻ്റെ ഒരു കർവായൊരു ഭാഗമുണ്ട്. അതൊക്കെ ഞങ്ങൾ എന്താ വെച്ചാൽ അതൊക്കെ ഫാനൊക്കെ എടുത്ത് കളയാം, അല്ലെങ്കിൽ അങ്ങനെ ഫാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ആ അന്ന് കണ്ട പ്രേക്ഷകർക്ക് 40 കൊല്ലം മുന്നേ കണ്ട അപ്സരയിൽ ആധുനിക രീതികളിലെ മാറ്റം എന്നല്ലാതെ പഴമയെ പൊളിച്ചുകൊണ്ടൊരു മാറ്റം ഞങ്ങൾ അതിൻ്റെ അകത്ത് നടത്തിയിട്ടില്ല. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ ഉദാഹരണമാണ് നമ്മളെ കർട്ടൻ റൈസർ. കർട്ടൻ ഇവിടെ 40 കൊല്ലം മുന്നേ, അതായത് 1971 ഈ തിയേറ്ററിൽ കർട്ടൻ റൈസർ ഉണ്ടായിരുന്നു. ആ കർട്ടൻ റൈസറിൽ ഈ മ്യൂസിക് റോബോട്ട് അതായത് ഒരു ആൽബമാണ്. ആ മ്യൂസിക് അത് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് കേട്ട് കേൾവി. അതല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളൊക്കെ കാണുന്ന കാലത്ത് അങ്ങനെ കർട്ടൻ റൈസർ കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ഞങ്ങൾ ആ കർട്ടൻ ഏകദേശം അറൗണ്ട് നമുക്കതിന് മാത്രം 7 lakhs അടുത്ത് ചിലവുണ്ട്. ഇത്രയും വലിയ സ്ക്രീനിന് കവർ ചെയ്യുന്ന കർട്ടൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ചിലവുണ്ട്. പക്ഷെ അതുപോലും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നത് ആ പഴമയെ നിലനിർത്തുകയും ആധുനികതയുടെ സൗകര്യങ്ങൾക്ക് ഒട്ടും കുറവ് വരാതിരിക്കുകയും, ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തവണത്തെ അപ്സര പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അങ്ങനെ പല ഭാഗങ്ങളും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പഴയ നൊസ്റ്റാൾജിയകൾ നഷ്ടപ്പെടുത്താതെ കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പം നമ്മളിന്ന് സംസാരിക്കുന്ന ഈ സ്ഥലം ഒരു കാലഘട്ടത്ത് സിനിമാ പ്രേമികളുടെ ഒരു എന്താ പറയണ്ടേ, ഒരു വികാരമായിരുന്നു. ഏകദേശം ഒരു 100-400 ആക്കിയിരിക്കാൻ പറ്റുന്ന, നിൽക്കാൻ പറ്റുന്ന ഒരു കൗണ്ടറായിരുന്നത്. ആ കൗണ്ടറാണ് നമ്മളിന്ന് പൊളിച്ച് നമ്മുടെ ഒരു ഓഫീസായിട്ട് നമ്മൾ മാറ്റിയത്. ഞാനിത് 1-2 തവണ നമ്മൾ ഉദ്ഘാടന സമയത്ത് അല്ലാതെ സമയത്തൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ, എത്രയോ സിനിമയ്ക്ക് ഞാനിതുപോലെ ഈ കൗണ്ടറിൽ വന്നിരുന്നിട്ട് നൂൺ ഷോന് വന്നിട്ട് മാറ്റ്നി കാണുകയും മാറ്റ്നിക്ക് വന്നിട്ട് ടിക്കറ്റ് കിട്ടാതെ ഷോ കണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലുള്ള ആയിരക്കണക്കിന് സിനിമാ പ്രേമികളുടെ ഒരു അന്നത്തെ എന്താ പറയുക അവരെ ഒരു റിലാക്സിങ് പോയിൻ്റ് ആയിരുന്നു ഇത്. ഇന്ന് ആ സമ്പ്രദായങ്ങളൊക്കെ മാറി ഓൺലൈൻ സംവിധാനങ്ങൾ വന്നു. എങ്കിൽ പോലും പല ആൾക്കാരും ഇതിനെപ്പറ്റി നമ്മളോട് അന്വേഷിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിനും അതുപോലെ തന്നെ ക്യൂ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറിക്കഴിഞ്ഞു. പക്ഷേ കോഴിക്കോടിന് എനിക്ക് തോന്നുന്നു ഇത്രയും, കോഴിക്കോട് എന്നല്ല കേരളത്തിൽ ഇതുപോലുള്ളൊരു വലിയ സ്ക്രീൻ എക്സ്പീരിയൻസ് 1, 2, 3 തിയേറ്ററുകളിൽ നിന്ന് നിലനിൽക്കുന്നുള്ളൂ. 70mm പ്രൊജക്ഷനായിരുന്നു ഇവിടെ. പക്ഷേ സ്ക്രീൻ അതേപോലെ തന്നെ നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. അതായത് കർവ് സ്ക്രീനാണ്. പിന്നെ എന്താ വെച്ചാൽ 1005 സീറ്റിൽ യാതൊരു കുറയ്ക്കലോ അതിന് കോംപ്രമൈസോ നമ്മൾ ചെയ്തിട്ടില്ല. ഇനി വലിയ ഈ കൊല്ലം ഈ തിയേറ്ററുകളിൽ കാണാനും കളിക്കാനും പറ്റുന്ന ഒട്ടനവധി സിനിമകൾ ഈ വർഷം ബിഗ് ബഡ്ജറ്റ് പടങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ വന്ന് എന്താ പറഞ്ഞൊരു വർണ്ണശോഭയോടെ പിന്നെ കോഴിക്കോട്ടെ പ്രേക്ഷകർക്കും സിനിമാ പ്രേമികൾക്കും അനുഭവമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇത്രയും സമയം നമുക്ക് വേണ്ടി വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നത് ശ്രീ രാജേഷ് സെന്തിൽ സാറാണ്. സാർ നന്ദി. അതുപോലെ തന്നെ നമ്മുടെ മാജിക് ഫ്രെയിംസ് അപ്സര തിയേറ്ററിനുള്ള ഒരു മൊമെന്റോ കൂടി നമ്മുടെ തിയേറ്റർ ബാൽക്കണിയുടെ ഭാഗത്തു നിന്ന് കൈമാറുകയാണ്. സാർ താങ്ക് യു. എന്തായാലും നിങ്ങളുടെ സംരംഭങ്ങളൊക്കെ ഭംഗിയായിട്ട് വരട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. പുതിയ സ്ഥാപനങ്ങൾ കൂടുതലായിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. തിരിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന്, അതായത് ഞങ്ങളെ ഇപ്പോൾ രാധാ തിയേറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കൊക്കെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് വളരെ വിലമതിക്കാവുന്നതാണ്. ഇനിയും ഭാവിയിലും തുടർ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇവിടെ കുറെ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഫസ്റ്റ് റീ ഓപ്പൺ ആയതിനു ശേഷം കണ്ട ഒരു പടമാണ് ടെർബോ എന്ന് പറഞ്ഞ മൂവി.
അപ്പം നമ്മുടെ തിയേറ്റർ വൈസ് ലൈക്ക് സ്ക്രീൻ വൈസ് ആണെങ്കിലും അതേമാതിരി സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഓഫ് തിയേറ്റർ എന്നത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതേമാതിരി സൗണ്ട് എഫക്ട്സ് പറയാതിരിക്കാൻ കഴിയില്ല, നല്ല രീതിയിൽ തന്നെയുണ്ട്. ഇപ്പം കണ്ടത് മഹാരാജ മൂവിയാണ്. വിഷ്വലി ഭയങ്കര നല്ല സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് വന്നത്. സോ തിയേറ്റർ വൈസ് എക്സ്പീരിയൻസ് സൂപ്പർ ആയിരുന്നു. താങ്ക് യു. എൻ്റെ പേര് റിയാസ്, ഞാൻ സിറ്റിയിലെ ഓട്ടോ ഡ്രൈവറാണ്. ഇവിടെ ഇപ്പോഴാണ് ഈ അപ്സര പുതിയതായിട്ട് തുറന്നത് ഡിജിറ്റലായിട്ട്. ആദ്യം ഈ അപ്സര പറഞ്ഞാൽ ഒരു കൊറോണൻ്റെ മുമ്പൊക്കെ പഴയ മോഡലായിട്ട് തന്നെ ഉള്ളത്. ഒരു 5-8 വർഷം മുമ്പുള്ള അപ്സര എന്ന് പറഞ്ഞ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലാണ് കൗണ്ടർ വരുന്നത്. ചെറിയ കൗണ്ടർ, വലിയ കൗണ്ടർ ഇപ്പുറം. അന്ന് ചെറിയ തോതിലുള്ള 40 റുപ്യ 100 രൂപ, ഏറ്റവും ലോക്കലായി വരുമ്പോൾ 40 റുപ്യ 100 റുപ്യക്കാണ് ടിക്കറ്റിന് വരിക. അന്ന് ഡിജിറ്റലായിട്ടുള്ള സൗണ്ടും കാര്യമൊന്നുമില്ല. ഇപ്പോൾ അത് വീണ്ടും പുതിയ ഒരു ഡിജിറ്റലായിട്ട് വന്നതാണ് ഈ അപ്സര. ഇപ്പോൾ ഓരോ പുതിയ പുതിയ മോഡലുകൾ ആക്കിയിട്ട് വന്നതാണ്. ആദ്യമൊക്കെ ഇവിടെ തിയേറ്ററിൽ അപ്സരയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വരിക എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് ജനം ഉണ്ടാകുക. പോലീസ് ഒരു ഭാഗത്തുണ്ട് അടിച്ചു ഓടിക്കാൻ. ആ ടിക്കറ്റിന് വേണ്ടി നമ്മൾ കൗണ്ടറിലേക്ക് ഇടിച്ച് കയറല. എന്നാൽ പൊലിച്ചക്കൊക്കെ വന്നിട്ട് ടിക്കറ്റിന് വേണ്ടിയിട്ട് ആളുകൾ വന്നിട്ട് തിരക്കൂട്ടി നിൽക്കും. പിന്നെ പറഞ്ഞാൽ റിസർവേഷൻ ഇല്ല, ഓൺലൈൻ ഒന്നും ഇല്ല. മൊത്തത്തിൽ ഇതിങ്ങനെ ടിക്കറ്റിന് പെട്ടെന്ന് ആൾ വന്നു കഴിഞ്ഞാൽ ഫുള്ളാവും. പിന്നെ ബ്ലാക്കിന് എടുത്ത് വാങ്ങും, ഒരേയായിട്ട് അടി ഉണ്ടാക്കും. ഇവിടെ പല പ്രശ്നങ്ങളാണ് ഉണ്ടാകാറ്. പക്ഷേ അന്നത്തെ പഴയ തിയേറ്ററിലാവുമ്പോൾ അതൊരു ആസ്വദിച്ച് കാണേണ്ട തിയേറ്ററാണ്. ആ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അപ്സരയിലേക്ക് വരാൻ പറഞ്ഞാൽ ടിക്കറ്റിന് വരാൻ പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി കൂടുതൽ നേരത്തെ വന്നിട്ടൊക്കെ നിൽക്കണം ടിക്കറ്റ് കിട്ടണമെങ്കിൽ. പെട്ടെന്ന് വന്നാൽ ടിക്കറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഈ കൗണ്ടറിൽ തിക്കും തിരക്കും അടിയും പൊടിയും പോക്കറ്റടിയും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. എന്നാലും ആ തിയേറ്ററിലേക്ക് വന്നിട്ട് നമ്മൾ സിനിമ കണ്ടു പോകുമ്പോൾ നമുക്കൊരു ഉഷാറാണ്. അപ്സരയിൽ വന്നത് കോഴിക്കോട് അപ്സര പറഞ്ഞാൽ അങ്ങനെയാണ്. അത്രേ ആ ഒരു ഓർമ്മയുള്ളൂ, പഴയ പിക്ചറുകൾ. എൻ്റെ പേര് മുഹമ്മദ് അലി, കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലാണ് പണി കഴിഞ്ഞ് വരികയാണ്. പിന്നെ അപ്സര തിയേറ്ററിനെ പറ്റി പറയാൻ ആദ്യമൊക്കെ നല്ല കൂടുതൽ ആളുള്ള തിയേറ്ററായിരുന്നു. ഇപ്പം പിന്നെ ഓൺലൈൻ വഴി അതിനെ കൊണ്ടാണ് കുറവ്. അന്നൊക്കെ ഞങ്ങൾ അടുത്ത ഷോക്ക് ഇപ്പോഴത്തെ ഷോക്ക് വരി നിൽക്കലാണ് കൗണ്ടറിനുള്ളിൽ. അന്ന് അത്രയും ആളായിരുന്നു. പിന്നെ മമ്മൂട്ടിൻ്റെ 1921 എന്ന കാലത്ത് ഇവിടെ പോലീസുകാരെ കൊണ്ട് ഒരു കൂട്ടമായിരുന്നു ഈ റോട്ടിൽ. കൗണ്ടറൊക്കെ പൊളിഞ്ഞു പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഒക്കെ ഓൺലൈൻ വഴിയും പിന്നെ ആളുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സിനിമ കാണലൊക്കെയാണ്. പിന്നെ ഇവിടെ ഈ അപ്സര തിയേറ്റർ, ഡേവിഷൻ, മറ്റേ ബ്ലൂ ഡയമണ്ട്, ഇതൊക്കെ ഒരുപാട് കാലങ്ങളിൽ കണ്ടമാനം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ഓടുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഒരുപാട് തിയേറ്ററുകൾ വന്നത് കൊണ്ടാണ് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഓടുന്നത്. പണ്ട് പറഞ്ഞാൽ ആദ്യം മുന്നിൽ ഒരു തേർഡ് ക്ലാസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിലൊരു ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ ബാൽക്കണി ഉണ്ടാവുള്ളൂ. അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് സെക്കൻഡ് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ക്ലാസ്സേ ഉള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ പല മാറ്റങ്ങളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെയൊക്കെ ഇതാണ് സിനിമകൾ ഇപ്പോൾ ഓടുന്നതൊക്കെ. സിനിമകളുടെ സുവർണ കാലഘട്ടത്തിൽ ഒത്തിരി മികച്ച സിനിമാ തിയേറ്ററുകൾ അരങ്ങുവാണിരുന്ന പട്ടണമായിരുന്നു കോഴിക്കോട്. കാലഘട്ടങ്ങൾ മാറ്റം ആവശ്യപ്പെട്ടപ്പോൾ ചില മാറ്റങ്ങളെ ഉൾക്കൊള്ളാനാകാതെയും മറ്റു ചില പ്രശ്നങ്ങളിലൂടെയും കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട തിയേറ്ററുകൾക്ക് പ്രേക്ഷകരോട് വിട പറയേണ്ടി വന്നു. മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രൗണും കോർണേഷനും രാധയും പിടിച്ചു നിന്നപ്പോൾ കൂടെ നിന്നിരുന്നു അപ്സരയും. എന്നാൽ 2023 മെയ് 29 അപ്സരയും പ്രദർശനം നടത്തി. അത് കോഴിക്കോട്ടുകാർക്കും ഒപ്പം മറ്റു നാടുകളിലെ സിനിമാ തിയേറ്റർ പ്രേമികൾക്കും വലിയൊരു ദുഃഖവാർത്തയായിരുന്നു. മാസങ്ങൾ കടന്നുപോയപ്പോഴും ഒരിക്കൽ കൂടി അപ്സരയിൽ ഒരു സിനിമയെങ്കിലും പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരാൾ അപ്സരയ്ക്ക് പുതുജീവൻ നൽകിയിരുന്നെങ്കിൽ എന്നൊക്കെ കോഴിക്കോടുകാരും മറ്റു നാടുകളിലെ സിനിമാ തിയേറ്റർ പ്രേമികളും ആഗ്രഹിച്ചിരുന്നു. ബ്ലൂ ഡയമണ്ടും സംഘവും ഡേവിസനും പുഷ്പയും എല്ലാം വിട പറഞ്ഞു പോയതുപോലെ അപ്സരയും തൻ്റെ ഐതിഹാസിക ജീവിതത്തിന് വിട നൽകുമെന്ന ശ്രുതി അങ്ങിങ്ങായി പരക്കവേ കോഴിക്കോടുകാർക്കൊപ്പം മറ്റു നാടുകളിലെ സിനിമാ തിയേറ്റർ പ്രേമികളെയും തേടി ആ നല്ല വാർത്ത എത്തുകയായിരുന്നു. ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഉടമസ്ഥതയിലുള്ള മാജിക് ഫ്രെയിംസ് അപ്സര തിയേറ്റർ ഏറ്റെടുക്കുന്നു എന്ന ആ ശുഭവാർത്തയെ കോഴിക്കോടുകാർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. പിന്നീടെല്ലാം വളരെ വേഗത്തിലായിരുന്നു. 4K പ്രൊജക്ഷനും ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനവും പുതിയ സ്ക്രീനും പുതിയ കർട്ടനുമെല്ലാമായിട്ട് അപ്സര കൂടുതൽ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി. 2024 മെയ് മാസം 23-ാം തീയതി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമയോടുകൂടി തിയേറ്റർ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോടുകാരുടെ ആ ഒരു സന്തോഷം, അവരുടെ കണ്ണിലെ ആ ഒരു തിളക്കം, അത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. പണ്ടൊരിക്കൽ അപ്സര തിയേറ്റർ അടച്ചു എന്ന ആ ഒരു സത്യം
ദുഃഖത്തോടു കൂടിയെങ്കിലും തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്കൊരു ഷോർട്ട് വീഡിയോ എത്തിച്ചിരുന്നു. ഇന്നിപ്പോൾ അതിരറ്റ സന്തോഷത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ 4K ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ നിന്നുകൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഞങ്ങൾക്കും അഭിമാനവും സന്തോഷവുമാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.